എത്തിയില്ലേ? ഇത്രയും നേരമായിട്ടോ? ഞാൻ വിളിച്ചു നോക്കി, ഔട്ട് ഓഫ് റേഞ്ച്. ആ ഡെയ്സിയുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചു, അവൾ അപ്പോഴേ പുറപ്പെട്ടു. എങ്കിൽ അവൾ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ട്രാവൽ ചെയ്യായിരിക്കും, ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ട് വിളിക്കാൻ പറ്റാതാവും. യാത്ര ചെയ്യുന്ന സ്ഥലം മുഴുവൻ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കുമോ? ആ പ്രകാശിന്റെ കൂടെ പറഞ്ഞു വിടണ്ടായിരുന്നു. നിശ്ചയത്തിന് എന്നെ ശകുനം മുടക്കിയവനവൻ. വെള്ളിയേട്ടൻ വിചാരിക്കുന്ന പോലെ അവൻ ആളത്ര ശരിയൊന്നുമല്ല. നീ ചുമ്മാ മിണ്ടായിരിക്കെ. കാര്യം അറിയാതെ അവനെ കുറിച്ചൊന്നും പറയണ്ട. ഇന്ന് തന്നെ പോണെന്ന് അവക്ക് എന്തായിരുന്നു ഇത്ര വാശി? എല്ലാരും കൂടെ ലാളിച്ച് തലയെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആരും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. ഒന്നും മലയൊക്കെ കേറി ഇറങ്ങി വരണ്ടേ, അവൾ ഇപ്പൊ വരും. എന്താ പച്ചു, നേരെ ഒരുപാടായി. ഇപ്പോഴെങ്ങനെ ശരിയാവോ? എന്താ പ്രശ്നം മനസ്സിലാവണില്ല. അയ്യോ, വീട്ടിലേക്ക് വിളിച്ചു പറയാൻ റേഞ്ചും ഇല്ലല്ലോ. ഡാഡി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഒന്ന് പേടിക്കണ്ട, വണ്ടി കയറുന്നു, മഴ കൊള്ളണ്ട. ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? വർക്ക്ഷോപ്പ് അടിവാരത്തേ ഉള്ളൂ. അവിടുന്ന് വല്ല മെക്കാനിക്കിനെ കിട്ടാൻ വഴിയുണ്ടോ? അതിന് അടിവാരം വരെ ചെല്ലണ്ടേ. ഒരു കാര്യം ചെയ്യ്, ഈ വളവ് തിരിഞ്ഞ് ഇട റോഡിൽ കൂടി മുകളിലോട്ട് പോയാൽ ഒരു ഹോട്ടൽ കാണാം. അവരോട് പറഞ്ഞ മെക്കാനിക്കിനെ വിളിച്ചു തരും. എന്താ? ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് വണ്ടിയുടെ പണിയൊന്നും അറിയില്ല. അതല്ല, അടിവാരത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും മെക്കാനിക്കന്മാരെ. വണ്ടി എവിടെ കിടക്കണേ? താഴെ വളവിൽ തന്നെ. തല തുടച്ചോളൂ. ഇത് വർക്ക്ഷോപ്പല്ലേ? ഇത് ഹിൽവേ പാലസിൽ നിന്ന് കുട്ടിച്ചനാണേ. നമ്മുടെ തങ്കച്ചനാ ചോറിന്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ തങ്കച്ച, ഇവിടെ നമ്മുടെ വളവിലൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടേ. എന്ത് വണ്ടിയാ? ടവേറ. എന്ത് കസേര? അല്ല, ടവേറ. ടവേറ എന്നാ പറയണേ. ശരി ശരി, ഓക്കെ. മഴയൊന്നും ഒതുങ്ങട്ടെ എന്നാ പറയണേ. ഞാനൊരു ഫോൺ ചെയ്തോട്ടെ. ഓ, ഇതിന് കാശുണ്ട് ട്ടാ. ഹലോ ഡാഡി, പൊന്നുവാ. മോളെ, നീ ഇത് എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? ഒരു ഹോട്ടലിൽ നിന്നാ. കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ ഭയങ്കര മഴയാ. ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ വേണ്ടി കേറിയതാ. വേറെ വണ്ടി അയക്കാം. വേണ്ട, മെക്കാനിക് ഇപ്പൊ എത്തും. വിമല കൂടെ ഉണ്ട്. ഇപ്പൊ കൊടുക്കാം. ഹലോ അങ്കിളെ. പ്രശ്നമൊന്നുമില്ല. മഴ മാറി ഞങ്ങൾ ഉടനെ പുറപ്പെടും. സൂക്ഷിച്ചു പോരണേ. ഓക്കെ, ബൈ. എന്താ മോനെ? ഒന്നുമില്ലമ്മേ, കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതാ. ഞാൻ പറഞ്ഞില്ലേ മോനെ, പേടിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന്. അവള് വരും. ഇതില് വാള് വെച്ചോ? വാള് വെക്കാനല്ലെന്ന്, ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിങ്. എടാ, ഈ ഹമ്മിങ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ, എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനും നടത്തി. പിന്നെ 16 നിന്റെ ഫോണിലാ പാട്ട് പാടുന്നു. എടുത്തിട്ട് പരിധിക്ക് പുറത്താന്ന് പറ. ഹലോ ആരാ? എടാ, എടുത്തിട്ട് ആരാന്ന് ചോദിക്കാം. ഹലോ ഹലോ ഹലോ. എടാ ഷാജി, പ്രകാശനാടാ, പ്രകാശൻ. പ്രകാശനാണോ? ഷാജി അല്ലടാ, സരസപ്പനാ. നീ ഷാജിക്കൊന്ന് കൊടുത്തേ. ഷാജിയെ, പ്രകാശനാണോ നിന്നെ വിളിക്കണത്? നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാരത്തിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്നെ. ഹലോ, ഞാനാ ഷാജി. എടാ, നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുന്റെ കൂടെ അവളുടെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ മലയാറ്റൂരിനടുത്തുള്ള ഒരു ഹോട്ടലിലാ. മലയാറ്റൂർ ഹോട്ടലിൽ ഹിൽ പാലസാ? എടാ, വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം. അത് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. എന്നിട്ട് അവളവിടെ ഉണ്ടാ? ശരി, നന്നാക്കിയിട്ട് വേഗം വാ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാടാ കിടന്ന് കരയുന്നേ?
അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ട? പിന്നെ എന്തിനാണ് നമ്മളെ കൂട്ടുകാരെന്നും പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ നടന്ന് കരയല്ലേ? ഇതാണുങ്ങളായ കൺട്രോള് വേണം. നീ ധൈര്യമായിട്ടിരിക്കും. ഈ പാതാള ഷാജി അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ പോയി 2 എണ്ണം കൂടെ അടിച്ചു ഉറങ്ങല്ലേ? പോക്കോ. ഞാൻ 1.5 അടിക്കുള്ളൂ. ഹലോ, സത്യപാലൻ സാർ എന്നെ ഏട്ടനോടൊന്ന് പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. മാറി നിൽക്ക് അങ്ങോട്ട്. എന്തായി സത്യപാല? കേട്ടത് ശരിയാണോ? മഹാദേവൻ ടെൻഷൻ ആവരുത്. അവിടുത്തെ സ്റ്റേഷനെ വിളിച്ച് സിയോട് ഞാൻ അന്വേഷിച്ചു. കേട്ടത് സത്യമാണ്. എന്റെ ഈശ്വരന്മാരെ, എന്റെ മോള് ആരാടാത്? ചെല്ലപ്പനാ, തുറക്ക്. അതിരാവിലെ നേരം വെളുത്ത ദേ വരണേ. നീ എന്താ വെളുപ്പാങ്കാലത്ത്? എടാ, പ്രകാശനെയും പൊന്നൂനെയും ഏതാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അറസ്റ്റ് ചെയ്താ? എന്തിന്? എന്തിനാ യാതിനാന്നൊന്നും അറിഞ്ഞൂടാ. വലിയ മുതലാളിയും കൊച്ചു മുതലാളിയും ആരും കൂടെ അങ്ങോട്ട് പോയിരിക്കുവാ. ഞാൻ ഇന്നലെ ഊട്ടിയിൽ നിന്ന് വന്ന ക്ഷീണത്തിന് നേരത്തെ വീട്ടിൽ പോയി. എഴുന്നേറ്റപ്പം വൈകി. പൊന്നു വീട്ടിൽ ചെന്നപ്പോഴാ വിവരം അറിഞ്ഞത്. നിന്നോട് ആരാ പറഞ്ഞത്? പ്രസന്ന കൊച്ചമ്മ. ഇന്നലെ രാത്രിയിലാ സംഭവം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവര് തിരിച്ചു വരുമ്പോ അവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ പണി പോവും. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ ഷാജി, ഷാജി, എടാ ഷാജി. അയ്യോ, ആക്സിഡന്റ്. ഫോട്ടോഗ്രാഫറെ വിളി. ആക്സിഡന്റ് ഒന്നുമല്ല, ഞാൻ ചവിട്ടിയതാ. നീ എന്തിനാ ചവിട്ടിയത്? പ്രകാശനെ ആ പെണ്ണിനെ കൂടി പോലീസ് പിടിച്ചെന്ന്. ഏത് പെണ്ണിനെ? ആ പൊന്നൂനെ. നേരാണോ? ആ ചെല്ലപ്പന വന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഇന്നലത്തെ ഫോൺ വിളി പാഴായില്ല. വിളി പാഴായില്ല? നീ ആരെ വിളിച്ചത്? CI തോമസ് സാറിനെ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, നീ എന്താ ഈ കാണിച്ചത്? നീ ഇന്നലെ രാത്രി ഇവിടെ 2 പെഗ്ഗും ചൂപ്പിട്ടിരുന്ന് വിളിച്ചു കൂന്നാണ്ടല്ലോ. അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന് നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ? എടാ, അതിന് അവനെ മാത്രമല്ലല്ലോ, അവളെ ചേർത്തല്ലേ പിടിച്ചത്. അതുകൊണ്ട് എടാ, ഇമ്മോറൽ ട്രാഫിക്കിന് ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച പെണ്ണിനെ അന്തസ്സുള്ള ഏതെങ്കിലും ആണുങ്ങൾ വന്ന് കെട്ടുവോ? അപ്പൊ അവളെ കെട്ടാൻ പട്ടാമ്പിക്കാരൻ. ഭാഗ്യദോഷത്തിന് അവനെ മാത്രം ഞാൻ അറിയിച്ചില്ല. അവനെ കൂടെ അറിയിച്ചാൽ സംഗതി ക്ലീൻ. ഇതെങ്ങാനും മഹാദേവ മുതലാളി അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ നിന്നെയൊക്കെ വെട്ടി നുറുക്കും. ആ മകൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. തൽക്കാലം പ്രകാശം പോലും ഇതൊന്നും അറിയരുത്. അറിഞ്ഞാൽ ചിലപ്പോൾ വാദി പ്രതിയാവും. മനസ്സിലായോ? ഇറങ്ങുമോളെ. മോളെ, എന്താ മോളെ ഇത്? എന്താ ഈ കേക്കുന്ന? എന്ത് പറ്റി? ഇവളുടെ കൂടെ പോയവളോടെ വിമല. വിമല അവൾ ഇവളുടെ പോയിട്ടൊന്നുമില്ലെന്നേ. ഇടയ്ക്ക് വെച്ച് അവൾ അവളുടെ മറ്റവന്റെ കൂടെ ഇറങ്ങി പോയെന്ന്. അവനെവിടെ? ആ പ്രകാശൻ അവിടെ തന്നെ കുഴിച്ചു മൂടേണ്ടതായിരുന്നു. പക്ഷേ തലേ കയറ്റി വെച്ചിട്ട് ഇപ്പൊ എന്തായി വല്യേട്ടാ? തരം കിട്ടിയപ്പോ അവൻ തനിക്കുണം കാണിച്ചില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മോളെ എനിക്കറിയാം.
എന്തായാലും ഉണ്ടായ മാനക്കേട് ഇനി പോവാൻ പോകുന്നില്ലല്ലോ. മതി മതി, ഉമ്മർത്ത് നിർത്തി വിസ്തരിച്ചതും വിധി കൽപ്പിച്ചതും. മാനക്കേട് ഞാൻ സഹിച്ചോളാം. മോളകത്തേക്ക് വാ വാ. എന്താ പതിവില്ലാതെ പതിവില്ലാത്ത പലതുമാണ് അവിടെ നടക്കുന്നത്. അവനവിടെ പ്രകാശൻ. പ്രകാശ പ്രകാശ എന്താ ഒഴുപ്പറിപ്പോയല്ലടാ. മാറിയോട്ട് ഒന്നും അറിയാത്തവനെ പിന്നെ മുറി കയറി കടറച്ചിരിക്കുകയാണല്ലേ. ഒന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. എന്തിനാ അവനെ ഇങ്ങനെ തല്ലുന്നേ? തല്ലുകളടി കൊല്ലിയാ വേണ്ടത്. എന്തിനാടി നാണം കെടുത്താണ് ഇങ്ങനെ? ചോദിക്കവനോട്. എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അച്ഛനൊന്നും അറിയാതെ. ഒന്നും ഉണ്ടാകാനോടാ നിന്നെ ആ പെൺകുട്ടിയും കൂടെ ഹോട്ടൽ മുറിയുന്നു. ഹോട്ടൽ മുറിന്ന് പോലീസ് പിടിച്ച്. അയ്യോ, എന്താ ഞാൻ ഈ കേക്കണേ? ഏതവള്? മഹാദേവന്റെ മോളോ? വാസുവേട്ടമെന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഇടിഞ്ഞു പോയി. എടി, തിരുപ്പതിക്കും പടനിക്കും വഴിപാടുണ്ടാക്കുന്ന നേരം കൊണ്ട് നേരാൻ വണ്ണം തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഇവന് ഈ തെമ്മാടത്തിനെ കാണിക്കുമായിരുന്നു. നേരാണോടെ ഞാൻ കേട്ടത്? അങ്കിൾ വിളിച്ചു പറഞ്ഞപ്പോ പൊന്നിന്റെ കൂട്ടുകാരത്തെ ക്ഷണിക്കാൻ ഞാൻ കൂടെ പോയതാ. ഇങ്ങനെ നാളെ വേണ്ട. എന്താ ഉണ്ടായെന്ന് അവൻ പറയട്ടെ. ഇനി എന്തുണ്ടാവാ? ആ പെൺകുച്ചിന്റെ കല്യാണം ഒഴിഞ്ഞുപോയി. ഈ മഹാഭാവിയാണ്. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കാറ് കേടായപ്പോ നന്നാക്കാൻ ആളെ വിളിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാ. എന്നിട്ട് എടോ, ഇവിടെ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടോ? ഉണ്ട് സർ. ഏത് റൂമിലാ? അത് C2-ലാ. എടോ പൊന്നു. ആരാ? പൊന്നു, ഞാൻ അപ്രകാശന. എന്താ എന്താ പറ്റൂ? പോലീസ്. പോലീസോ? അതിനെന്താ? നമ്മളെ അന്വേഷിച്ചാ വന്നിരിക്കുന്നത്. നമ്മളെ അന്വേഷിച്ചോ? ഈശ്വര, ഇനി വിമലയ്ക്ക് വല്ല ആപത്തും പറ്റിക്കാണോ? എന്താണ് നിന്റെ പേര്? പ്രകാശൻ. ഏതായി പെങ്കൊച്ച്? പൊന്നു. എവിടെ നിന്ന് അടിച്ചോണ്ട് വന്നതാടാ? ഞാൻ പൊന്നൂസ് ജ്വല്ലറി ഓണർ മഹാദേവന്റെ മോളാ. പാലക്കാട്ടാ വീട്. എന്റെ കല്യാണത്തിന് ഫ്രണ്ടിനെ ക്ഷണിക്കാൻ വന്നതാ. അപ്പൊ ഇവനോ? ഇത് ഞാൻ ഡ്രൈവറാ. അതെനിക്ക് മനസ്സിലായി. കാറ് കേടായതുകൊണ്ട്. കാറ് കേടായതുകൊണ്ട് ഹോട്ടലിൽ മുറിയെടുത്ത് രണ്ടുപേരും കൂടി കല്യാണത്തിനു മുമ്പ് ഒന്ന് സല്ലപിക്കാമെന്ന് കരുതി. അയ്യോ സാർ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. അത് നേരെ സാർ. തന്നോട് ഞാൻ മക്കളെ ചോദിച്ചോളൂ. സാർ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സാർ, ഞങ്ങൾ പറയണത് സത്യമാണ്. ഞങ്ങൾ ഇവിടെ ഉള്ള വിവരം എന്റെ ഡാഡിക്ക് അറിയാം. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ തരാം. സാർ ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ പ്ലീസ്. വീട്ടിലോട്ടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചോളാം പെങ്കൊച്ചേ. നീ ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങി. രണ്ടുപേരും പുറത്തോട്ടിറങ്ങണം. ഇത് ഞാൻ വിശ്വസിക്കണല്ലടാ. ഈശ്വരനാണ് ഞാൻ പറഞ്ഞ സത്യമാണ്. എടാ, ഈശ്വരനെ പിടിച്ച് ആണയേറ്റാൽ നിന്റെ അമ്മയത് വിശ്വസിക്കും. പക്ഷെ എന്നോടത് വേണ്ട. ഇങ്ങനെ ഒരു കാര്യത്തിന് ഇവൻ കള്ളം പറയും. കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും കൊച്ചുണ്ടായ ചീത്ത പെരുമാറ്റാൻ പറ്റും. ഞാനൊന്നും അറിഞ്ഞു. ശബ്ദിച്ചു വരും. അവസാനമായിട്ട് ഞാൻ പറയുക, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടൊക്കെ നിർത്തി മര്യാദയ്ക്ക് കടയിൽ വന്നു നിന്നു. അല്ലാതെ പടിക്ക് പുറത്തിറങ്ങിയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ മോനെ, രാത്രിയായില്ലേ? വാ, വന്ന് വല്ലതും കഴിക്ക്. ഞാൻ കഴിച്ചോളാം അമ്മേ. അമ്മ പോയി കിടന്നു. ഇതിനിപ്പോ ഞാൻ എന്താ പറയേണ്ടത്? എന്തായാലും വലിയേട്ടന്റെ പത്തിയൊന്ന് താഴ്ന്നിട്ടുണ്ടടാ. എന്നിട്ടിപ്പോ എന്താ അവിടുത്തെ സിറ്റുവേഷൻ? പാലക്കാട് നിന്ന് വന്ന രണ്ടാലോചന ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇത്തവണെങ്കിലും സംഗതി നടക്കൂ. വല്യേട്ടനോട് അവതരിപ്പിക്കാൻ ജയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. സമ്മതിച്ചാ നമ്മള് കോളടിച്ചു. ഏതായാലും നീ ജാതകം എടുത്തു വെച്ചോ. ഹേമേച്ചിയുടെ ആങ്ങളെ ഹേമേന്ദ്രനെ കൊണ്ട് പൊന്നുനെ കെട്ടിക്കാനുള്ള ചില കളികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന ചെവി കൊണ്ടല്ലേ നീ പറഞ്ഞോ. ഇങ്ങനെ കണക്ക് നോക്കിയിരുന്നാലേ ഒടുവിലെ ജ്വല്ലറികളും സൂപ്പർ മാർക്കറ്റും മുഴുവൻ ജയേട്ടന്റെ ഹേമേച്ചിയുടെയും കയ്യിലിരിക്കും. അങ്ങനെ അങ്ങ് കൈക്കലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ജയേട്ടനും ഹേമേച്ചി മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണാൻ എനിക്കറിയാം. മാത്രമല്ല, ഹേമചന്ദ്രൻ എത്ര വയസ്സുണ്ടെന്നാണ് എന്റെ വിചാരം. വലിയേട്ടൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഈ അവസ്ഥയിൽ എങ്ങനെങ്കിലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താനുള്ള വാശിയിലാ വല്യേട്ടൻ.
ഈ സമയത്ത് സുധേട്ടൻ തഞ്ചത്തിലൊന്ന് പരിശ്രമിച്ച നമുക്ക് രാജേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. അവനാണെങ്കിൽ എന്നെ വിളിയോട് വിളിയാ. ആ നോക്കട്ടെ. മാറ്റിവെക്ക് മോളെ. എന്റെ മോളെ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശി. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? നീ എന്തിനാ വിമല കൂടെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞേ? അത് പിന്നെ ഡാഡി അറിഞ്ഞ അവളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു വെച്ചിട്ടാ. സത്യമാണോ? അതെ മുത്തശ്ശി. അറിയാൻ വേണ്ടി ചോദിക്കുക. നീയും പ്രകാശനുമായി അരുതാത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല മുത്തശ്ശി, പ്രകാശൻ എന്നെ അങ്ങനെ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല. എനിക്കറിയാം. നീ എന്ന് പറഞ്ഞ ജീവൻ കളയും അവൻ. അവന്റെ കയ്യിൽ നിന്ന് ഒരു മോശത്തരവും ഉണ്ടാവില്ല. നല്ലവനാ. എന്റെ കുട്ടി മനസ്സ് വിഷമിക്കണ്ട. നിനക്ക് പുടവ തരാൻ രാജകുമാരനെ പോലെ ഒരുത്തൻ വരും. നിന്നെ മനസ്സിലാക്കുന്ന ഒരു ആൺകുട്ടി. കിടന്നു. അല്ല, മഹിയുടെ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് എന്ത് കാര്യവും സ്ട്രെയിറ്റ് ഫോർവേഡായി പറയുന്ന സ്വഭാവമാണെന്ന് അറിയാലോ, അതുകൊണ്ട് പറഞ്ഞ. പിന്നെ എന്റെ അളിയന്റെ ഫാമിലിക്ക് ഒരു മാനക്കേട് ഉണ്ടായ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു കടമ എനിക്കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടാ ഹേമ വിളിച്ചു പറഞ്ഞപ്പോ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ സഹതാപം പറഞ്ഞുള്ളതെല്ലാം കൈക്കലാക്കാവുന്ന ആരും വിചാരിക്കണ്ട. ഇവിടെ ഹേമേച്ചും ചേട്ടനും മാത്രമല്ലല്ലോ ഉള്ളത്. മാനക്കേടിന് രക്ഷിക്കാനുള്ള കടമ ഞങ്ങൾക്കും ഉണ്ട്. വല്യേട്ടനൊരു വാക്ക് പറഞ്ഞ ആ നിമിഷം പൊന്നുന്റെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുക എന്റെ ആങ്ങള. ചെയ്തിടത്തോളം ബിസിനസ് ഒക്കെ തൊലച്ച് കഴുത്തോളം കടത്തിൽ മുങ്ങി നിൽക്കണം നിന്റെ ആങ്ങളെ പോലെ അല്ല എന്റെ ആങ്ങള. ബാംഗ്ലൂരിലെ ലക്ഷങ്ങളുടെ ബിസിനസ്സാ. ഓ ഹേമേച്ചി അങ്ങനെ ആങ്ങളുടെ ബിസിനസ് മഹിമയുടെ കാര്യമൊന്നും പറയണ്ട. അവിടുത്തെ ബിസിനസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാം. നിനക്ക് എന്തറിയാന്നാ പറയടാ. സുദേവ, നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പറഞ്ഞെങ്കിലേ കണക്കായി പോയി. ആങ്ങളെ തഞ്ചത്തി വിളിച്ചു വരുത്തി ഉള്ളതെല്ലാം കൈക്കലാക്കാവുന്ന പൂജയങ്ങ് മനസ്സിൽ വെച്ചാ ഒന്ന് നിർത്തണോ? ഇത് മാടിയക്കുളം ചത്തല്ല. മാടിന് വിലപേശുന്നത് പോലെ വിലപേശാൻ നാണമില്ലേ നിങ്ങൾക്ക്? കഷ്ടം. ഇതിലും ഭേദം ആ പ്രകാശന് തന്നെ അവളെ പിടിച്ചു കൊടുക്കുന്നതാ. പ്രകാശനോ? പിന്നല്ലാതെ. എന്തായാലും ഈ പേരും പറഞ്ഞ് അവനോ അവന്റെ അച്ഛനമ്മമാരോ ഇതുപോലെ വിലപേശാൻ വരില്ല. ഓഹോ, ഇതും മനസ്സിൽ വെച്ച് ഇത്രയും നേരം മിണ്ടാതിരിക്കായിരുന്നല്ലേ ചാണക്യൻ? ഇത് നടത്തി കൊടുത്ത എത്ര കമ്മീഷൻ തരാന്ന് പറഞ്ഞു ആ യമണ്ടൻ കുറുപ്പ്. പിന്നെ ഇയാള് പറഞ്ഞത് കേട്ടില്ലേ? അല്ലെ തന്നെ നമ്മുടെ കുടുംബാരത്തോടെ വിടാൻ ഇയാളാരാ? നിർത്തേണ്ടടുത്ത് നിർത്താത്തന്റെ കുഴപ്പാ. മക്കളെ, മഹാദേവൻ പൊന്നുവീട്ടിൽ മഹാദേവനായി ഇക്കണ്ട സ്വത്തുക്കളൊക്കെ സമ്പാദിച്ച് കൂട്ടിയപ്പോഴാ നിങ്ങൾക്കൊക്കെ വലിയേട്ടനെ ഓർമ്മ വന്നത്. അതിന് മുമ്പൊരു മഹാദേവൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും ചുക്കിലും ചുണ്ണാമ്പിനും വിലയില്ലായിരുന്ന മഹാദേവൻ അന്നും ഈ വാസുവേട്ടനുണ്ടായിരുന്നു കൂടെ. വാസുവേട്ട ഓർക്കണം, പറയണമെന്ന് കരുതിയതല്ല, ചങ്കിലടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ. പൊന്നുവിന്റെ ചീത്ത പേര് മാറ്റാൻ ആരും ത്യാഗം ചെയ്യണ്ട.
ആരുടെ ഈ സഹതാപം എനിക്ക് വേണ്ട. ഇനി എന്തായാലും എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് പ്രകാശം തന്നെ മതി. മോളെ അതെ ഡാഡി, എല്ലാരും കൂടി ഇങ്ങനെ കൊത്തി വലിക്കുന്നത് ഇനി കേട്ട് സഹിക്കാൻ വയ്യ. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പച്ചക്കള്ളവാ. എന്തായാലും അവന് ഇവളും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് സത്യമാണ്. ഇല്ലെങ്കിൽ ഇത്രയും ബോൾഡായിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയാൻ അവൾ